നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മനുഷ്യവർഗത്തിൻ്റെ മാത്രമല്ല, പ്രകൃതിയുടെയും സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സർവതോന്മുഖമായ ക്ഷേമത്തിന് വഴിതെളിക്കുന്ന മഹാമന്ത്രമാണ് ഗായത്രി. മനുഷ്യൻ്റെ മാനസികവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും അന്താരാഷ്ട്രീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി അവയുടെ സമഗ്രക്ഷേമം ഗായത്രി ഉൾക്കൊള്ളുന്നതിലൂടെ സാധ്യമാക്കാം. സാർവജനനീയവും കാലാതിവർത്തിയുമായ പ്രഭാവമാണ് ഗായത്രിക്കുള്ളത്. മറ്റു വിദ്യകളൊന്നും വശമില്ലെങ്കിൽ കൂടി ഗായത്രി വിദ്യ വശമാക്കിയവന് ജീവിതധന്യത സുനിശ്ചിതമാണ്. ജീവിതത്തെ പരമോന്നത പദവിയിലേക്ക് നയിക്കുന്ന ദിവ്യ സന്ദേശമാണ് ഗായത്രി നൽകുന്നത്. വേദത്തിലെ സകല മന്ത്രങ്ങളിലും വെച്ച് താൻ ഗായത്രിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും ഗായത്രിയുടെ മഹിമ ഉറക്കെ പറയുന്നു. ഗായത്രി ഛന്ദസാമഹം എന്നാണ് ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഈശ്വരൻ, ഗുരു, ആത്മാവ് എന്നിങ്ങനെ 3 മൂർത്തികളിലായി വിഭജിക്കപ്പെട്ടവനും ആകാശം പോലെ വ്യാപിച്ച ശരീരത്തോടു കൂടിയവനുമായ ദക്ഷിണാമൂർത്തിയെ നമസ്കരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ധ്യാന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം ആരംഭിക്കുകയാണ്. ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ നമുക്ക് ബോധിപ്പിക്കുന്ന ചില ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒടുവിൽ പറയുകയാണ്, ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം പ്രണവാർത്ഥായ നമഃ. പ്രണവാർത്ഥനായിക്കൊണ്ട് നമസ്കാരം. പ്രണവത്തിൻ്റെ അർത്ഥം യാതൊരുവനോ അവൻ പ്രണവാർത്ഥൻ, അവനായിക്കൊണ്ട് നമസ്കാരം. പ്രണവം സർവവേദസാരമാണ് ഓംകാരം.
ഒരിക്കലും പഴകാത്ത ഏറ്റവും ശ്രേഷ്ഠമായ മംഗളപ്രദമായ ശബ്ദം. അതാണ് ഓംകാരം. അർത്ഥം ചിന്തിച്ചാലോ സമ്പൂർണമായ വേദസാരവും ഓംകാരത്തിൽ അന്തർഭവിക്കും. അങ്ങനെ സാക്ഷാൽ വേദസ്വരൂപനായ പ്രണവസ്വരൂപനായ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി എന്ന് വിശേഷിപ്പിക്കുകയാണ് ശുദ്ധജ്ഞാനൈകമൂർത്തയെ. ശുദ്ധമായ ജ്ഞാനം ഏകമൂർത്തിയായവൻ. കേവലജ്ഞാനം, ശുദ്ധം എപ്പോഴും കേവലഭാവത്തെ കാണിക്കുന്നു. കേവലം കലർപ്പില്ലാത്ത കേവലമായ ജ്ഞാനം, ജ്ഞാനസ്വരൂപം എന്നർത്ഥം. അങ്ങനെയുള്ള മൂർത്തിയായ ദക്ഷിണാമൂർത്തിക്ക് വീണ്ടും പറയുകയാണ് നിർമ്മലായ, അവിദ്യാദിമലം ലവലേശമില്ലാത്ത, അഴുക്കുകളില്ലാത്ത, പരിശുദ്ധനായ. അവിദ്യ തത്കാര്യങ്ങൾ, അജ്ഞാനവും അജ്ഞാനത്തിൻ്റെ കാര്യങ്ങളുമാണ് എല്ലാ മാലിന്യങ്ങളും. ആ മാലിന്യങ്ങളൊട്ടും സ്പർശിക്കാത്ത നിർമ്മലായ, പ്രശാന്തായ, സകല പ്രപഞ്ച വികൃതികളും പ്രശമിച്ച് തന്നിൽ താനായി കുടികൊള്ളുന്ന അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. തുടർന്ന് ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരഃ ഗുരുഃ ആത്മാ ഇതി മൂർത്തിഭേദവിഭാഗിനേ ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. ദക്ഷിണനും അമൂർത്തിയുമായവൻ, അഥവാ ദക്ഷിണേ മൂർത്തി യസ്യ, രണ്ടർത്ഥവും നമ്മൾ ചിന്തിച്ചു. സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് സമർത്ഥനും അതേസമയം അമൂർത്തനും അവനാണ് ദക്ഷിണാമൂർത്തി. അഥവാ ഋഷിമാർക്കും ദേവതകൾക്കും തത്വോപദേശം ചെയ്തുകൊണ്ട് ദക്ഷിണ ദിശയിലേക്ക് മൂർത്തിയുമായി ഇരിക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി? ഈശ്വരഃ ഗുരുഃ ആത്മാ ഇതി മൂർത്തിഭേദവിഭാഗിനേ. ഈശ്വരൻ, ഗുരു, ആത്മാവ് എന്നിങ്ങനെ മൂന്ന് മൂർത്തികളിൽ വിഭക്തനായവൻ. ഈശ്വരൻ തന്നെയാണ് ഗുരു, ഗുരു തന്നെയാണ് ആത്മാ. മൂർത്തിഭേദത്തിൽ നിലകൊള്ളുന്നു, അത്രയേ ഉള്ളൂ. മൂന്ന് മൂർത്തികളായി അല്ലെങ്കിൽ മൂന്ന് ഭാവങ്ങളിൽ നിലകൊള്ളുമ്പോഴും ഈശ്വരനും ആത്മാവും ഗുരുവും ഒന്നു തന്നെയാണ്. ഈശ്വരൻ സർവപ്രപഞ്ചത്തിനും നിയാമകനായവൻ. ഏഷഃ അന്തർയമയതി, ഇവൻ ഉള്ളിലിരുന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് ശ്രുതി പ്രഖ്യാപിക്കും. അങ്ങനെ സകലത്തെയും നിയന്ത്രിക്കുന്നവനാരോ അവൻ ഈശ്വരൻ. ആർക്കധീനമോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ ഈശ്വരൻ. ആ ഈശ്വരനെ നമ്മൾ ഗുരുവിൽ കാണുകയാണ്, ഗുരുവെ ഈശ്വരനിൽ കാണുകയാണ്. ഗുരു അജ്ഞാനാന്ധകാരത്തെ മുഴുവൻ നീക്കി നമ്മെ കേവലമായ ജ്ഞാനസ്വരൂപത്തിലേക്ക് ഉയർത്തുന്നവൻ തന്നെയാണ്. സകല ജീവജാലങ്ങളിലും ആത്മഭാവേന നിവസിക്കുന്നത്. സർവചരാചരങ്ങളിലും ആത്മാവായി, ഉണ്മയായി ഉണ്ടെന്നുള്ള ഭാവത്തെ ജനിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സത്യം, അതാണ് ആത്മാ. ഈ മൂന്ന് ഭാവങ്ങളിലും ഒരുപോലെ നിലകൊള്ളുന്നവനായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയുള്ളവനായിട്ട്? വ്യോമവദ് വ്യാപ്തദേഹായ. വ്യോമം പോലെ, വ്യോമം ആകാശം, ആകാശം പോലെ സർവവ്യാപിയായ ദേഹത്തോടൊത്തവൻ. ഇപ്പോൾ വാസ്തവത്തിൽ ആകാശം പോലെയാണോ? ആകാശം ഒരു ഭൂതമല്ലേ? ചോദ്യം. മറുപടി ശരിയാണ്, ആകാശം ഭൂതമാണ്. അതുകൊണ്ട് അതിനും പരിമിതിയുണ്ട്. എങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതിൽ വെച്ച്, നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സർവവ്യാപക ധർമ്മത്തോടു കൂടിയത് ആകാശമാണ്. അതും ഭൂതമാണെന്നുള്ളത് ശരി തന്നെ. അതുകൊണ്ട് സത്യം ആകാശത്തിനും ഉപരിയാണ്.
എങ്കിലും സർവവ്യാപകതയെ സങ്കല്പിക്കാൻ മനുഷ്യനെ സംബന്ധിച്ച് ആകാശം പോലെ മറ്റൊന്ന് പറയാൻ കഴിയില്ല. വായുവായാലും അഗ്നിയായാലും ജലമായാലും ഭൂമിയായാലും ഒക്കെ ആകാശം പോലെ സർവവ്യാപക ധർമ്മത്തോടു കൂടിയതല്ല. അതുകൊണ്ട് ആകാശം ഭൂതമാണെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ച് സർവവ്യാപകതയെ ബോധിപ്പിക്കാൻ ഏറ്റവും ഉപയുക്തമാണ് ആകാശത്തിൻ്റെ ദൃഷ്ടാന്തം. അതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ ആകാശം പോലെ വ്യാപിച്ച ദേഹത്തോടൊത്തവൻ. ഇവിടെ ജീവൻ്റെയും ഈശ്വരൻ്റെയും ഭേദം പറയുന്ന സമയത്ത് വ്യഷ്ടിക്ക് എപ്പോഴും, ജീവൻ എപ്പോഴും തൻ്റെ വ്യഷ്ടി ശരീരത്തിലാണ് അഭിമാനം. എങ്കിൽ ഈശ്വരന് സകല പ്രപഞ്ചത്തിലും അഭിമാനമാണ്. സമഷ്ടിരീശ സർവേഷാം സ്വാത്മതാദാത്മ്യവേദനാഥ് എന്ന് പറയും. അപ്പം സകല പ്രപഞ്ചത്തിലും തന്നെ ഞാനെന്നുള്ള ഭാവത്തോടു കൂടി ഈശ്വരൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ വ്യാപിച്ച സർവവ്യാപിയായ ദേഹത്തോടു കൂടിയ ഭഗവാന്, ഈശ്വരൻ, ഗുരു, ആത്മാ എന്നിങ്ങനെ മൂർത്തി ഭേദത്തിൽ നിലകൊള്ളുന്ന ഭഗവാന് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദക്ഷിണാമൂർത്തിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. തുടർന്ന് നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. അത് അടുത്ത പ്രാവശ്യം ആവട്ടെ. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദൃഷ്ട്യാഹരോസ്യ ഭവതപദോ ഭുവേ ഭാരോവനീതസ്തവ ജന്മനേ ശിദുഃ ദിഷ്ടാങ്കിതം ത്വത്പദകൈ സുശോഭനൈർ ദ്രക്ഷ്യാമഗാംദ്യാം ച തവാനുകമ്പിതാം. ഹരേഹി. അല്ലയോ ദുഃഖങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവനായിരിക്കുന്ന ഭഗവാനെയാണ് ഹരേഹേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹരേഹേ, ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ. ദൃഷ്ട്യാ, ഭാഗ്യത്താൽ, ഭവതഃ നിന്തിരുവടിയുടെ, പദഃ പാദത്തിൽ നിന്ന് ഉൽപ്പന്നമായിരിക്കുന്ന, അസ്യാഹ ഭുവഃ ഈ ഭൂമിയുടെ ഭാരം, ഭാരത്തെ, അതായത് ഭൂമിയുടെ ഭാരം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അധർമ്മം പെരുകി ധർമ്മത്തിൻ്റെ നാശം. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയും ധർമ്മം നശിക്കുകയും ചെയ്യുമ്പോഴാണ് ഭൂമിയിൽ ഭാരം ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ ഭാരം എന്നുള്ള വാക്ക് കേൾക്കുമ്പം സാമാന്യമായൊരർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ഭാരം എന്ന് പറഞ്ഞാൽ തലയിലൊരു ഭാരം എന്ന്. അല്ലാതെ നമ്മൾ ചിലപ്പം പറയാറുണ്ട് ഭാരം. എപ്പോഴാണ്? ഒരുപാട് ദുഃഖങ്ങൾ കൊണ്ടുള്ള ഭാരം പറയാറുണ്ട്. അത് തലയിൽ വെച്ചിരിക്കുന്ന ഭാരത്തെക്കാളും കഠിനമാണ് ദുഃഖങ്ങൾ കൊണ്ടുള്ള ഭാരം, രോഗങ്ങൾ കൊണ്ടുള്ള ഭാരം എന്ന് നമ്മൾ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ത്ലാസിനകത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒന്നിൻ്റെ മൂല്യം ഇത്ര ആണെന്ന് നിശ്ചയിക്കുന്നതല്ല. മറിച്ച് മനുഷ്യൻ അനുഭവിക്കുന്ന വ്യതകൾ അത്രയും ഭാരമാണ്. മനുഷ്യ ജീവിതത്തിലെ തടസ്സങ്ങളായി സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം ഭാരങ്ങളാണ്. ഈ ഭൂമി ഭാരമെന്ന് പറയുമ്പോൾ അധർമ്മത്തിൻ്റെ ഭാരമാണ് ഇവിടെ പ്രതിദാനം ചെയ്യുന്നത്. അധർമ്മത്തിൻ്റെ ഭാരം കൊണ്ടാണ് ഭൂമിദേവി ഇവിടെ ഭഗവാന്റെ മുമ്പിൽ വന്ന് സങ്കടം പറയുന്നത്. ഇപ്പം വലിയൊരു ഭാരം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. എന്താണ്? അത്യുഷ്ണം. അകത്തിരിക്കാൻ വയ്യ, പുറത്തിരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ഉഷ്ണരോഗങ്ങൾ വർദ്ധിച്ചും വരുന്നു. എന്തുകൊണ്ടാണെന്ന് നമ്മളെല്ലാം ആലോചിക്കുക. മുറ്റത്തൊരു മരം നിന്നാൽ അത് അപ്പം തന്നെ വെട്ടി അവിടെ ഒന്നാം തരം ടൈലിട്ട് കൊടുക്കും. എന്താ കാര്യം? നയനമനോഹരം. കണ്ണിന് ആക്കിയതോടുകൂടി എന്തായി? ഇപ്പം നമ്മളുണ്ടാക്കുന്ന ഭൂമിഭാരം അതികഠിനമായി. ശാരീരികമായ രോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ വർദ്ധിച്ചു. ചിലർ അസ്വസ്ഥതരായി. എങ്ങനെ? ഉറക്കം കിട്ടുന്നില്ല. നിദ്രാവിഹീനരുടെ എണ്ണം കൂടി. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കാം സ്ഥിതി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലെ ഭാരത്തെ ഇല്ലാതാക്കുക. നമ്മുടെ ഭാരം കൂടുന്നുണ്ട്, ശരീരത്തിൻ്റെ ഭാരം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാരവും അതേപോലെ വർദ്ധിക്കുകയാണ്. അത് അനുകൂലമല്ല, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. ലോകത്തിന് വ്യതിയാനം സൃഷ്ടിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ ഒറ്റൊരു ഉപായം മാത്രമേ ഉള്ളൂ. നാം ചെയ്യേണ്ടതെന്തോ അതൊക്കെ ചെയ്യുക. നമ്മുടെ ചുറ്റിനും, വീടിൻ്റെ ചുറ്റിനും
നല്ല നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കട്ടെ. കായ്ഫലങ്ങളുണ്ടാകുന്ന മരങ്ങൾ അത്രയും മനുഷ്യൻ്റെ വീടിൻ്റെ ചുറ്റിനുമൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പം അതിൽ കായ്ഫലങ്ങൾ വന്ന് നിറഞ്ഞു നിൽക്കുമ്പം പക്ഷികളും മറ്റുമൊക്കെ വന്ന് അതുങ്ങൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി അത് ആഹരിക്കുന്ന കാണുമ്പോൾ തന്നെ എത്രയോ വലിയ സന്തോഷമാണ്. ഇപ്പം നമ്മുടെ ഉമ്മറത്തൊന്നും പക്ഷികൾക്ക് വരാനുള്ള അവസരം പോലും സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു കാലത്ത് ഭൂമിദേവിയുടെ ഭാരം വിഷ്ണു ഭഗവാനോട് പോയി പറഞ്ഞതുപോലെ ഇപ്പം നാം ഓരോരുത്തരായി ഒരുക്കിയിരിക്കുന്ന ഭാരത്തെക്കുറിച്ച് ഭൂമിദേവി എന്ന് വിഷ്ണു ഭഗവാനോട് പറയുന്ന ഒരവസാരം തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഭൂമിയുടെ ഭാരത്തെ, അപ്പോൾ ഇവിടെ ഭാരശബ്ദത്തിൻ്റെ അർത്ഥത്തെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഭാരം ഈശുദുഹു, ഈശ്വരനായിരിക്കുന്ന തവ, അങ്ങയുടെ ജന്മന അവതാരം കൊണ്ട് തന്നെ അഭിനയിക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു, നശിക്കപ്പെട്ടു. ഈ ലോകത്തിൻ്റെ ഭാരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ശക്തി കേന്ദ്രമാണ് ഈശ്വരൻ. ആ ഭഗവാൻ അവതരിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലുള്ള ദോഷങ്ങളും പ്രപഞ്ചത്തിലുള്ള ദോഷങ്ങളും പക്ഷിമൃഗാദികളിലുള്ള വൈരുദ്ധ്യങ്ങളുമെല്ലാം മാറിപ്പോകുന്നതെന്ന് ഇനി വരുന്ന ഭാഗത്ത് ഭഗവാന്റെ അവതാരം വരുന്ന സമയത്ത് വളരെ സ്പഷ്ടമായിട്ട് ഭാഗവത് ഇത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളെല്ലാവരും ആലോചിച്ച് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശ്വരൻ്റെ അവതാരത്തോടു കൂടി ഇവിടെ എല്ലാം മാറ്റിമറിക്കപ്പെട്ടു. മനുഷ്യന് സങ്കടങ്ങളൊന്നുമില്ലാതെ ദുഃഖങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കപ്പെട്ടു എന്ന് ദേവന്മാർ ഭഗവാനോട് പറയുക. അങ്ങനെ അവതരിച്ചു കഴിഞ്ഞാൽ ദൃഷ്ട്യാ ഭദ്രം സുശോഭനൈഹി, ഏറ്റവും ശോഭനങ്ങളായ ത്വത്പദകൈഹി, അങ്ങയുടെ പാദങ്ങൾ കാലടികളാൽ അങ്കിതം അടയാളപ്പെട്ടതായിട്ട്, അനുകമ്പിതാം ദയാ വിചാരിക്കപ്പെട്ടതായിട്ടും, ഗാം ഭൂമിയെയും ദ്യാം ച സ്വർഗത്തെയും ദ്രക്ഷ്യാമ, ഞങ്ങൾ കാണുന്നു. ഈ ഭൂമി മാത്രമല്ല, സ്വർഗവും പാതാളവും നരകവും എല്ലായിടത്തും ഭഗവാന്റെ അവതാരം ഭൂമിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ കൂടിയും സർവത്ര എല്ലായിടത്തും ഭഗവത് അനുഗ്രഹം ഉണ്ടായി തന്നെ വരും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി അവിടെയുള്ള മനുഷ്യരെല്ലാവരും സന്തോഷമുള്ളവരായിത്തീരും. അവിടെ ഉള്ളവർക്കെല്ലാം ആനന്ദം ലഭിക്കും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ക്ലേശങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് അർത്ഥം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ, മനസ്സിൻ്റെ ഐക്യത സൃഷ്ടിക്കുവാൻ, മനസ്സ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, മനസ്സിൽ നന്മ വളരുവാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവൃത്തിയെ സംശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ ഈശ്വര നാമജപത്താലും ഈശ്വര മാഹാത്മ്യത്തെ കേൾക്കുന്നതിനാലും എല്ലാവർക്കും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈശ്വര മാഹാത്മ്യത്തോടുകൂടി ഭഗവാന്റെ അവതാരത്തിന് മുമ്പ് ദേവന്മാർ സ്തുതിക്കപ്പെടുന്ന ഈ ഭാഗം സശ്രദ്ധയോടുകൂടി കേട്ടാൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ ഭഗവത് അവതാരം ഉണ്ടാകുമ്പോൾ അത് അവതാരം പുസ്തകത്തിലല്ല, പറയുന്ന ആളിലല്ല, നമ്മുടെ മനസ്സിലാണെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ നിറയട്ടെ ഭക്തി, ഈശ്വരനോടുള്ള എല്ലാവരുടെയും മനസ്സിൽ നന്മയും വളരട്ടെ, പ്രകൃതിയും നമ്മളോട് ഒരിക്കലും ക്ഷോഭിക്കാതിരിക്കട്ടെ, നമ്മളോട് അനുകൂലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
नाशिनी कामिनी वैदिकरूपिणी वेदमयी क्षीरसमुद्भव मङ्गलरूपिणी